ഒരു ഇഞ്ച് പിറകോട്ടില്ല വി.ഡി. സതീശൻ എന്നുള്ളത്. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കലുഷിതമാക്കും. മുന്നണിയിൽ തന്നെ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്കും കാര്യങ്ങളിലേക്കും ഇത് നീങ്ങും എന്നുള്ളൊരു സൂചനയാണല്ലോ നമുക്കിപ്പോഴുള്ളത്. അതെ, അതിനകത്ത് ഇപ്പോൾ വി.ഡി. സതീശന് ചെയ്യാവുന്നതിലെ ഒരു നിലപാട് അത് തന്നെയാണ്. കാരണം അദ്ദേഹം ധനബില്ലിൽ ഇത് അവതരിപ്പിക്കരുതെന്ന് വി.എം. സുധീറിനെ പറഞ്ഞതിനെ സമ്മതിച്ചു കൊടുത്താൽ പിന്നെ സമ്പൂർണ്ണമായുള്ളൊരു പിൻവാങ്ങലായിരിക്കും. അതിപ്പോൾ വന്നിട്ട് 2 മാസമാകുന്നതിന് മുമ്പേ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അത് 102 സീറ്റുമായിട്ട് അധികാരത്തിൽ വന്ന അതിശക്തമായിട്ടുള്ള ഒരു മാൻഡേറ്റ് ഉള്ളൊരു മുഖ്യമന്ത്രി എന്ന നിലക്ക് വൻ തിരിച്ചടിയാകുമെന്ന് അദ്ദേഹം കണക്കാക്കുന്നുണ്ടാകണം. അതുകൊണ്ടാകണം ഇനിയിപ്പോൾ അങ്ങനെ പോകേണ്ടതില്ല എന്നൊരു നിലപാടുണ്ടായിട്ടുണ്ടാവുക. പിന്നെ വി.എം. സുധീറിന് ഉള്ളത്രക്ക് ശക്തമായിട്ടുള്ള എതിർപ്പ് മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കും യു.ഡി.എഫ് നേതാക്കൾക്കും ഉണ്ടാകുമോ എന്നും നമുക്കറിയില്ല. വി.എം. സുധീറിനാണ് ഇപ്പോൾ അങ്ങനെ ശക്തമായിട്ട് ഇത് പാടേയില്ല, ഇത് ഒട്ടും പാടില്ല എന്നൊരു നിലപാട് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെ ആയതുകൊണ്ട് ഞാൻ അധികം വിശദമായിട്ട് പോകുന്നില്ല ശ്യാമിലി. പക്ഷേ എന്നാലും ഇതിനകത്തുള്ള ഇപ്പോൾ ഈ വീര്യം കുറഞ്ഞ മദ്യം നാട്ടിലേക്ക് വരുന്നതിൽ 2 അഭിപ്രായം ഉണ്ടാകും സ്വാഭാവികമായിട്ടും. നമ്മളിപ്പോൾ കാണുന്ന എതിർപ്പ് മാത്രമൊന്നുമല്ല, അനുകൂലമായിട്ട് നിലപാടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ ഞാനും ഹർഷനും സംസാരിക്കുമ്പോൾ ഹർഷന് വീര്യം കുറഞ്ഞ മദ്യം നാട്ടിലേക്ക് വരുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്നുള്ള അഭിപ്രായമല്ല പൊതുവിലുള്ളത്. ഞാൻ പറയുന്നത് അതിന് ഇപ്പോൾ വീര്യം കൂടിയ മദ്യവും ഒക്കെ ലീഗലി വിറ്റഴിക്കുന്ന ഒരു സംസ്ഥാനത്ത് മറ്റു രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയുള്ള ഇങ്ങനൊരു കാര്യം ജ്യൂസ് പോലെ കുടിക്കാവുന്നൊരു കാര്യം വരുന്നതിൽ എന്താണ് പിശക്, അത് ഒരു വരുമാന മാർഗ്ഗമല്ലേ എന്നൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പം എനിക്കും അതിനോട് ആ അർത്ഥത്തിൽ വലിയ എതിർപ്പൊന്നുമില്ല. പക്ഷേ എനിക്ക് എന്തിനാണിപ്പോൾ ഒരു ആവശ്യമുണ്ടോ എന്നൊരു സംശയമാണ് എനിക്കുള്ളത്. അങ്ങനെ ഈ 2 അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ 2 അഭിപ്രായം ശ്യാമിലിക്ക് ഉണ്ടാകുമല്ലോ. അപ്പോൾ 2 അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ ഉണ്ടാകും. അത് ഇപ്പോൾ അതുകൊണ്ട് ഇതിപ്പം വീര്യം കുറഞ്ഞ മദ്യം സംസ്ഥാനത്തേക്ക് വരുന്നതല്ല യഥാർത്ഥത്തിൽ പ്രശ്നം. യഥാർത്ഥത്തിലെ പ്രശ്നം അതിനുള്ള നികുതി ഇളവ് കൊടുത്തതാണ്. അതുമാത്രമല്ല പ്രശ്നം, അത് ഒറ്റ വ്യക്തി തീരുമാനിച്ചു നടപ്പാക്കി എന്നുള്ളതാണ്. അതായത് ഇവരെല്ലാവരും ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഒരു സർക്കാർ വരുന്നു, സർക്കാരിനൊരു മദ്യനയം ഉണ്ടാവുകയും ആ മദ്യനയത്തിൻ്റെ ഭാഗമായിട്ട് പുതുതായിട്ടും പഴയതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യുക എന്നതിന് പകരം മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ബജറ്റ്, അദ്ദേഹം തന്നെയാണ് ധനകാര്യമന്ത്രിയും, ബജറ്റ് തയ്യാറാക്കുമ്പോൾ ഈ വകുപ്പിൻ്റെ മന്ത്രിയോട് പോലും ഒന്നും സംസാരിക്കാതെ, അവരുടെ പാർട്ടിക്കകത്തൊരു കൂടിയാലോചന പോലും നടത്താതെ, അവരുടെ മുന്നണിയിലെ നേതാക്കളോടൊരു വർത്തമാനം പോലും പറയാതെ, ഇദ്ദേഹം വി.ഡി. സതീശൻ മഹാനായിട്ടൊരു നേതാവായിരിക്കാം, അദ്ദേഹത്തിന് കാര്യങ്ങളെപ്പറ്റിയൊക്കെ നല്ല ഗ്രാഹ്യമുണ്ടായിരിക്കാം, സ്വന്തം നിലക്ക് കാര്യങ്ങളൊക്കെ നടപ്പാക്കിയെടുക്കാം എന്ന ഉറച്ച ആത്മബോധമുള്ള ഒരാളായിരിക്കാം, വലിയ വായനയിലൂടെയും മറ്റുമൊക്കെ പറയുന്ന ഈ ഏരിയയെക്കുറിച്ചൊക്കെ നല്ല അറിവൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ആത്യന്തികമായിട്ട് എല്ലാവരും എന്ന പോലെ അദ്ദേഹം ഒരൊറ്റ വ്യക്തിയാണ്. അപ്പോൾ ഇതുപോലൊരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇങ്ങനൊരു വിധി കിട്ടിയിട്ട് ഈ സർക്കാർ ആകെ വന്നിട്ട് എല്ലാവരുടേതുമായിട്ടുള്ളൊരു തീരുമാനമെടുക്കുക, എല്ലാവരോടും വെറുതെ എങ്കിലും ഒന്ന് എക്സൈസ് മന്ത്രിയോടും ചോദിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരോടൊന്ന് കൂടിയാലോചന നടത്തുക, അത്തരം കാര്യങ്ങൾ ചെയ്യാതെ അദ്ദേഹം ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്തിട്ട് ഇങ്ങനെ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു പുതിയ ഏരിയ ഓഫ് മദ്യം ഇങ്ങോട്ടേക്ക് ഇറക്കി വിടുകയും അതിന് പകുതിയോളം ടാക്സ് കുറച്ച് കൊടുത്തിട്ട്, നിലവിലുണ്ടായിരുന്ന ടാക്സ് ഇത്രമാത്രം കുറച്ച് കൊടുത്ത് 250 120 ആക്കിയിട്ട് കുറച്ചിട്ട് ആ കമ്പനിക്ക് വലിയ ലാഭം ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ട് മനസ്സിലാകുന്നൊരു കാര്യം അദ്ദേഹം ഒറ്റക്കെടുത്തു. എന്താണ് ഇതിലെ പ്രശ്നം? അത്രയും ഇതിനകത്ത് പ്രശ്നമുള്ളൂ. അല്ലാതെ ഇപ്പം ഈ പറയുന്ന എന്താണ് ഇത്ര മദ്യം വരുന്നത്, ശരി ഇവരെല്ലാവരും കൂടെ തീരുമാനിച്ചിങ്ങനെ നടപ്പാക്കുകയാണെങ്കിൽ നടക്കാവുന്നതാണല്ലോ. പിന്നെ ഇപ്പോൾ അതപ്പോൾ ഒരു പെശകാണ്, അതൊരു പെശകാണെന്ന് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ പക്ഷേ പെശകാണെങ്കിലും ഇപ്പോൾ ഇനി അതിൻ്റെ ഒന്ന് വല്ലാത്ത തോതിലെങ്കിൽ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വൻ തിരിച്ചടിയാകുമല്ലോ എന്ന് അദ്ദേഹം കണക്കാക്കുന്നതുകൊണ്ടായിരിക്കണം ഞാൻ പിന്നോട്ടില്ല എന്നൊരു നിലപാട്, ധനബില്ലൊന്നും കൊണ്ടുപോയിട്ടത് അവതരിപ്പിക്കാതിരിക്കാനും അങ്ങനെ അതുവഴി സമ്പൂർണ്ണമായിട്ട് ഈ കാര്യത്തിൽ പിൻവാങ്ങാനും അദ്ദേഹം തയ്യാറല്ല എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കി. ഇതിപ്പോൾ ഇതിനകത്ത് 2 കാര്യങ്ങളാണ് ബാക്കിയുള്ളത്. ഒന്ന്, ഈ പറയുന്ന പോലെ നമ്മുടെ യു.ഡി.എഫിൻ്റെ മദ്യനയം എന്തായിരിക്കും എന്ന് അതിപ്പോൾ നമുക്ക് പ്രവചിക്കാൻ സാധ്യമല്ല. ഇത് ഇത്രയും വലിയ വിഷയമായി പോയതുകൊണ്ട് ഒരുപക്ഷേ ഇതിലേക്ക് പോകേണ്ടതില്ല എന്ന് യു.ഡി.എഫ് ആകപ്പാടെ തീരുമാനമെടുക്കാനും മതി. ഇപ്പോൾ ലിജു വളരെ വ്യക്തമായിട്ട്, ലിജുവിൻ്റെ സ്റ്റാൻഡാണ് അതിനകത്ത്, മന്ത്രിയുടെ സ്റ്റാൻഡാണ് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരു ആപ്ലിക്കേഷൻ വന്നാൽ ഞാൻ ഉറപ്പായിട്ട് നിഷേധിക്കും. കാരണം ഇപ്പോഴത്തെ മദ്യനയം അനുസരിച്ച് കാര്യങ്ങൾ ഇങ്ങനെയാണ്. പക്ഷേ ഞങ്ങളൊരു മദ്യനയം പ്രഖ്യാപിച്ച് അതിനകത്തേക്ക് ഈ കാര്യം യു.ഡി.എഫ് മുന്നണിയുടെ നേതൃത്വം ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ചർച്ച ചെയ്ത് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യാം എന്നൊരു സംഗതിയാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് യു.ഡി.എഫിൻ്റെ തീരുമാനം എന്താകും എന്നതാണ് അടുത്ത കാര്യം. ഇപ്പോൾ വി.ഡി. സതീശൻ ഇങ്ങനെ അതിസാമർഥ്യം കൊണ്ടും അത്യധികമായിട്ടുള്ള ആത്മവിശ്വാസം കൊണ്ടും ഞാൻ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതി എന്ന് വിചാരിച്ച് ഈ തീരുമാനത്തിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ ഇതൊരു കൂട്ടിക്കാഴ്ചയുടെയും ചർച്ചയുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആലോചിച്ചിട്ട് വ്യക്തിപരമായിട്ടാണെങ്കിൽ ഒരു 2 കൂടിക്കാഴ്ചയൊക്കെ നടത്തി ഒരു സമവായത്തെത്തിയതിനു ശേഷമാണ് ഇത് വന്നിരുന്നതെങ്കിൽ ഇത്ര വലിയ വിഷയം ഇതാകുമായിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. ഇതൊരു വിഷയമാകുന്നതോട് കൂടിയിട്ട് ഇതിപ്പോൾ ഞാൻ പറയുന്നത് പോലെ ഇതിപ്പോൾ സാധാരണ താരതമ്യേന വീര്യം കുറഞ്ഞ മദ്യമല്ലേ, അതും ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ വീര്യമുള്ളത് ഇവിടെ ഉണ്ടല്ലോ, അതങ്ങ് നടന്നോട്ടെ എന്ന് വിചാരിക്കുമായിരുന്ന ആളുകൾക്കും ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടതായിട്ട് വരികയാണ്. ഇപ്പോൾ മുസ്ലിം സംഘടനകൾക്ക്, മുസ്ലിം ലീഗിന്, സഭയ്ക്ക്, ഇവർക്കെല്ലാം ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടതായിട്ട് വരും. അവർക്ക് വ്യക്തിപരമായിട്ടോ ഇതൊന്നും വലിയ പ്രശ്നമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും അവരുടെ ഇങ്ങനൊരു വലിയ വിഷയമായിട്ട് വരുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള
90% എതിർത്തുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ UDF എന്ത് നിലപാടെടുക്കും എന്ന കാര്യം നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. പിന്നെയുള്ളൊരു കാര്യം, ഇന്ന് 2 പത്രങ്ങൾ, പ്രധാനപ്പെട്ട നമ്മുടെ 2 പത്രങ്ങൾ, മനോരമയും മാതൃഭൂമിയും, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എന്തോ കുഴപ്പം പിടിച്ച കാര്യങ്ങളുണ്ടായി എന്ന് പറഞ്ഞിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് എനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വളരെ പബ്ലിക്കായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 2017 തൊട്ട് ബക്കാടി ഇതിനു വേണ്ടി നടക്കുന്നുണ്ട്. 2017 തൊട്ട്. അപ്പോൾ ഇതിനകത്ത് ഈ വലിയ കാര്യം പോലെ ഇന്നിപ്പം MP ഗോവിന്ദ മാസ്റ്റർ വന്ന് വിശദീകരിച്ചു. അതായത് വീര്യം കുറഞ്ഞ മദ്യം വരാം എന്ന് വേണമെങ്കിൽ തത്വത്തിൽ തീരുമാനിക്കാം, ഈ പറയുന്ന പോലുള്ള അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനെന്ത് ചെയ്യണം? വീര്യം കുറഞ്ഞ മദ്യം എന്ന് വെച്ചാൽ എന്താണ് എന്ന് ലീഗലി എന്ന് വെച്ചാൽ ഈ ചട്ടം എഴുതി വെക്കണമല്ലോ, അതിനകത്ത് ഇന്നതാണ് വീര്യം കുറഞ്ഞ മദ്യം. അത് ഒന്ന് നിർവചിക്കാൻ വേണ്ടിയിട്ടൊരു നോട്ട് അങ്ങോട്ട് കൊടുത്തു. ഇപ്പം നമ്മുടെയൊക്കെ അറിയാവുന്ന പോലെ VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് തന്നെയും ഈ ബക്കാടി കമ്പനി ഇതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്, VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് തന്നെ. അപ്പോൾ അതിന് ഈ പറയുന്ന പോലെ പിന്നെ എന്താണ് ഇവർ 2015-16 കാലത്ത് തന്നെ ബക്കാടി താല്പര്യം എടുത്തിട്ട് 2017 ജൂണിൽ പിന്നെയും കത്ത് കൊടുത്തു. 2017 ജൂലൈയിൽ പിന്നെയും കത്ത് ആവർത്തിച്ചു. 2021 MP ഗോവിന്ദൻ മാസ്റ്റർ മന്ത്രിയായതോടെ വീണ്ടും അപേക്ഷ ആവർത്തിച്ചു. അപ്പോൾ അതിനാണ് സ്വാഭാവികമായിട്ടും അത് ഇങ്ങനെ ഒരു ദുഷ്ചിന്തയോടെ നോക്കിയാൽ മാത്രമേ കുഴപ്പമുള്ളൂ. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടൊരു പേപ്പറിൽ ഒപ്പിട്ടിട്ട് ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ എന്താണ് നിർദ്ദേശങ്ങൾ, മറ്റു കാര്യങ്ങൾ നോക്കണമെന്ന് പറഞ്ഞ് നിർദ്ദേശിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ എക്സൈസ് കമ്മീഷൻ റിപ്പോർട്ടിൽ പിന്നെ ഇത് കുട്ടികളെയും മറ്റുമൊക്കെ ബാധിക്കുന്നതാണ് എന്നൊരു നിലപാടാണ്. ഇപ്പോഴത്തെ നമ്മുടെ നയപ്രകാരം ഇത് ഗുണകരമാവുകയില്ല എന്നാണ് എക്സൈസ് കമ്മീഷണർ നോട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ 3-3.5 വർഷത്തോളം ഇങ്ങനെയൊക്കെ നടന്നുവെങ്കിലും 3, 4, 5 തവണ വർഷങ്ങളായിട്ട് ബക്കാടി ഇവർക്ക് അപേക്ഷ കൊടുത്തിട്ട് ആണുള്ളതെങ്കിൽ പോലും 2 എക്സൈസ് മന്ത്രിമാർ, ഒരാൾ മാറി മറ്റൊരാൾ വന്നിട്ട് പോലും ആ സർക്കാർ ഇക്കാര്യത്തിൽ ഒന്നും നടത്തിയില്ല, ഒന്നും ചെയ്തില്ല, കൂടുതലായിട്ട് ഒന്നും ചെയ്തില്ല. ഇങ്ങനെ ഒരു സംഭവമായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. പക്ഷേ അതാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്, 3.5 വർഷക്കാലത്തോളം ഞങ്ങൾ ഒന്നും ചെയ്യാതെ ഇരുന്നിടത്ത് 3 ദിവസം കൊണ്ട് VD സതീശൻ ഈ പരിപാടി അങ്ങ് ചെയ്തു കളഞ്ഞു എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. അതുകൊണ്ട് ഇത് ആകെ കുഴമറിച്ചിലുണ്ടാക്കിയത്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കിയത് ശരിക്കും VD സതീശനാണ് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു പാകപ്പിഴയാണ് എന്നാണ് പൊതുവിൽ കാര്യങ്ങളെല്ലാം കണ്ട് നോക്കുമ്പോൾ നമുക്ക് തോന്നുക. ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു, ഒരു നിർദ്ദേശം സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നല്ലാതെ അതൊന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ PMC ആണെങ്കിലും ഇപ്പോൾ ഇതാണെങ്കിലും എല്ലാം ഈ പറയുന്ന പിണറായി സർക്കാർ അങ്ങനെ ചെയ്തല്ലോ, അതുകൊണ്ട് ഞങ്ങളിത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ UDF ഈ തീരുമാനമൊക്കെ എടുക്കുമ്പോഴേക്ക് ഇപ്പോൾ മുസ്ലിം ലീഗ് ആണെങ്കിലും ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള പത്രം, അവർ സ്വതന്ത്രമായിട്ടുള്ളൊരു പത്രമാണ്, ആ നിലക്കാണ് അവർ അത് എഴുതിയിരിക്കുന്നത് എഡിറ്റോറിയൽ. പക്ഷേ എന്നാലും ആ ഭാഗത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് കാലത്തെല്ലാം വലിയ തോതിൽ VD സതീശനെ വ്യക്തിപരമായിട്ടും UDF ആകപ്പാടെയും പിന്തുണച്ചിരുന്ന പത്രം ആ നിലക്കൊരു സ്റ്റാൻഡ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും VD സതീശന് മുന്നിലേക്ക് ഒരു കാര്യം വരും. അതായത് കഴിഞ്ഞ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ, 2 സർക്കാരുകൾ എടുത്ത നിലപാടുകളെ അതിശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ പിന്നെ ഇത്രയും വലിയ സമരം അവർക്കെതിരേക്ക് നടത്തിയിട്ട് അവരെ ഇത്രമാത്രം കുറ്റം പറഞ്ഞിട്ട് നമ്മൾ ഈ അധികാരത്തിൽ വന്ന കാര്യമുണ്ടോ എന്ന് സ്വാഭാവികമായിട്ട് UDFിലെ മറ്റ് ഘടകകക്ഷികൾ ചോദിക്കുമല്ലോ എന്തായാലും അദ്ദേഹത്തോട്. ഇതിപ്പം അദ്ദേഹം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇപ്പം മദ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ആ സർക്കാർ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോഴും PMCയുടെ കാര്യത്തിലാണെങ്കിലും ആ സർക്കാർ അങ്ങനെ ചെയ്തു, അത് തന്നെയാണ് ഞാനും ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ ആ സർക്കാരുകൾ ചെയ്യുന്നതാണ് ഇദ്ദേഹം ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? കേരളത്തിൽ 3ാം പിണറായി സർക്കാരാണ്, പക്ഷേ അതിൻ്റെ തലപ്പത്ത് മുഖ്യമന്ത്രിയായിട്ട് VD സതീശനാണ് ഉള്ളത് എന്നൊരു തോന്നലേ ഉണ്ടാവുക. VD സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു 3ാം പിണറായി സർക്കാരിനെ കൊണ്ടുവരാനല്ലോ ഈ UDFിൻ്റെ ഘടകകക്ഷികളും ജമാഅത്തെ ഇസ്ലാമിയും ഈ പറയുന്ന സകലമാന മഴവിൽ മുന്നണികൾ ഈ പിണറായി സർക്കാരിനെ വീഴ്ത്തിയിട്ട് ഇവരെ കൊണ്ടുവന്നത്. അപ്പോൾ VD സതീശൻ മറ്റവർ ചെയ്താണ് ഞാൻ തുടരുന്നതെന്ന് പറയുന്നത് അദ്ദേഹത്തെ അത്ര ഗുണകരമാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണണം അല്ലേ? തീർച്ചയായും.